ദൈവം പറയുന്ന വാക്യമാണ്. എല്ലാവരും പറഞ്ഞേ, നിൻ്റെ ശക്തി പരിമിതമാണ്. പറയാമോ? ദൈവം, എൻ്റെ ശക്തി പരിമിതം. നമുക്ക് പറയാം, എൻ്റെ ശക്തി പരിമിതമാണ്. നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ. ആ അല്പം ശക്തി, വിശ്വാസത്തിൻ്റെ അല്പം ശക്തി, പിടിച്ചു നിൽക്കാൻ, പ്രശ്നങ്ങളുടെ മുകളിൽ പിടിച്ചു നിൽക്കാനുള്ള അല്പം ശക്തി. ഒരു ദിവസം പ്രശ്നം വന്നാൽ അന്ന് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയേ ഉള്ളൂ. അടുത്ത ദിവസം ഒരു വിഷയം വന്നാൽ നമ്മൾ വീണുപോകും. ഒരു ദിവസം എന്തെങ്കിലും വിധത്തിൽ ഒരു സന്തോഷം വന്നാൽ അതൊരല്പസമയമേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അടുത്ത ടൈം ആ സന്തോഷം നമ്മളിന്ന് പോകുമ്പോൾ നമ്മുടെ ശക്തി പോകും. ഒരു ദിവസം ഉപവാസം എടുക്കും, 9 ദിവസം അതിൻ്റെ ശക്തി നിലനിർത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ നിൽക്കത്തില്ല. ദൈവം പറയുന്നു, നിനക്ക് അല്പം ശക്തി മാത്രമേ ഉള്ളൂ. അല്പം ശക്തി മാത്രമേ നിനക്കുള്ളൂ. അല്പം ശക്തി എന്ന് പറഞ്ഞാലും ശക്തി ഇല്ലായ്മയും സെയിമാണ്. ശരിയല്ലേ? അല്പശക്തിയും ശക്തിയില്ലായ്മയും ഒന്ന് തന്നെയാണ്. നിനക്ക് അല്പശക്തിയേ ഉള്ളൂ എന്ന് വെച്ചാൽ നിനക്ക് ശക്തിയില്ല. അല്പം ശക്തി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അല്പം ശക്തി കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ശക്തിയില്ലെങ്കിൽ, പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഒന്നുമുള്ള ശക്തിയില്ലെങ്കിൽ പിന്നെ ശക്തിയില്ല. അവന് ശക്തിയില്ലായ്മയാണ്. ഇതാണ് നമ്മുടെ ജീവിതം, ഇന്നത്തെ അവസ്ഥകൾ. സ്തോത്ര, ഹല്ലേലൂയ. ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഒരു കുഞ്ഞ്, 5 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ശക്തിയും 15 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിൻ്റെ ശക്തിയും 30 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ, പുരുഷൻ്റെ ശക്തിയും ഈക്വൽ ആണോ, ഡിഫറൻ്റ് ആണോ? ഡിഫറൻ്റ് അല്ലേ? ഈ തുല്യമല്ല, അത് ഡിഫറൻ്റ് ആണ്. ഈ മനുഷ്യൻ ഒരു 60 വയസ്സായാൽ, 70 വയസ്സായാൽ, 90 വയസ്സായാൽ, ആ മനുഷ്യൻ 30 വയസ്സായ ആ മനുഷ്യൻ്റെ ശക്തി 90 വയസ്സാകുമ്പോൾ അത് 0 ആവുകയാണ്, ശക്തിയില്ലായ്മയിൽ വരികയാണ്. അതുകൊണ്ടാണ് അല്പശക്തിയെ നിനക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന കുറച്ച് ടൈം മാത്രമേ നിനക്ക് പ്രാർത്ഥനയിൽ ശക്തിപ്പെടാൻ പറ്റുന്നുള്ളൂ. നിൽക്കുന്ന കുറച്ച് സമയം മാത്രമേ നിനക്ക് ശുശ്രൂഷയിൽ ബലപ്പെടാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ശക്തിയില്ലായ്മ വരികയാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ തുടക്കത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. തുടക്കത്തിൽ ഭയങ്കരമായിട്ടുള്ള വാക്സാമർത്ഥ്യവും ചാരുതയും അതും ഇതും മോഹങ്ങളും ഒക്കെ അവർ വിളിച്ചു പറഞ്ഞ് നടക്കും. പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഇവർ ചുരുങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് ഈ അല്പശക്തി എന്ന് പറയുന്നത്. ബാക്കി എന്തൊക്കെ അവർ സെറ്റ് ചെയ്താലും, ദൈവം ഏതെല്ലാം വിധത്തിൽ സംസാരിച്ചാലും ആ ടൈമിൽ മാത്രമേ ആ ശക്തിയോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അവർ താഴോട്ട് പോവുകയാണ്. അങ്ങനെ ഈ ശോചനീയമായി താഴോട്ട് പോകുന്ന ശക്തിയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ളത്. ഏകദേശമുള്ള എല്ലാ മനുഷ്യർക്കും, ചെയറിലിരിക്കുന്ന നിങ്ങൾക്കും പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും ഒക്കെ ഇത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ അന്നേരം എന്താണ് ചെയ്യുന്നത്? ചില വ്യക്തികൾ അവർ ഈ ശക്തി കുറയുമ്പോൾ അവർ വേറെ തരങ്ങളിലേക്ക് മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. പ്രവാചകർ പോകുന്നത് കണ്ടിട്ടുണ്ട്, സാധാ ജനങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർ ശക്തി കുറയുമ്പോൾ അവർ ദൈവത്തോട് പറയും, ദൈവമേ എനിക്കാണ് ശക്തി കുറവ്, എന്നാൽ നിന്റെ ശക്തി ഒരുപോലെ തന്നെ നിൽക്കുന്നതാ, അതിന് യാതൊരു മാറ്റവും ഇല്ല. എൻ്റെ ശക്തിയാണ് ശൈശവമായിരുന്നപ്പോൾ ചെറുത്, യുവാവായപ്പോൾ കുറച്ചുകൂടെ വലുതായപ്പോൾ, അതിൻ്റെ മകളിൽ വാർദ്ധക്യം വന്നപ്പോൾ എനിക്ക് ഇതേ കണക്ക് ശക്തി കുറയുന്നെങ്കിൽ ദൈവം നിത്യനായ ദൈവമാണ്. അവൻ്റെ ശക്തിക്ക് ഒരു ബലക്ഷയവും സംഭവിക്കത്തില്ല. അതിനാൽ എന്നെ താങ്ങി നിർത്തുന്നത് അവിടുന്നാണ് എന്ന് വിശ്വാസ വീരന്മാരായിട്ടുള്ളവർ പറയുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോഴും അവരെ ഊതിയിടാൻ കണക്കിന്, അവരെ മറിച്ചിടാൻ കണക്കിന് മറു സൈഡിൽ ഒരു പ്രശ്നം ഇങ്ങനെ തലപൊക്കി നിൽക്കും, ഒരു പ്രശ്നം തല ഉയർത്തി നിൽക്കുന്നുണ്ടാകും. സ്തോത്ര. നിങ്ങളിൽ ആർക്കെങ്കിലും ആത്മീയമായും ഭൗതികമായും നിങ്ങൾ ഉയരുമ്പോൾ അല്ല, ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ അതിനെ മറു സൈഡിൽ നിന്ന് തകർക്കാൻ വേണ്ടി ഒരു ശക്തി ഫ്രണ്ടിൽ നിൽപ്പുള്ളത് നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ മനസ്സ് വയ്ക്കണം. സ്തോത്ര. അങ്ങനെ ദൈവം ഉയർത്തിയ നിങ്ങളെ ഏതെങ്കിലും ഒരു പൈശാചിക ശക്തി തകർക്കാൻ ഫ്രണ്ടിൽ ഒരു വൻമല പോലെ നിൽക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തിൻ്റെ ശക്തിക്ക് ഏറ്റക്കുറച്ചിലില്ല. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ സർവശക്തനായ ദൈവം എന്ന് വിളിക്കുന്നത്. സർവശക്തനായ ദൈവം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയെ അളക്കാൻ പലരും ശ്രമിച്ചു. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ പലരും ശ്രമിച്ചു. രാഷ്ട്രം ശ്രമിച്ചു, ശാസ്ത്രം ശ്രമിച്ചു. പക്ഷെ ഇവർക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇവർക്കൊന്നും ആ ദൈവത്തിൻ്റെ ശക്തി എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സമുദ്രത്തെ കണ്ടിട്ടുണ്ടോ? കടൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്.
കടലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കടൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല. ഈ വയനാട് ചുരത്തിൽ കയറുന്നത് പോലെ കടലിനടിയിൽ അഗാധമായ ചുഴികളും ഈ ചുരവും പോലുള്ള മലകളും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ല. അതാണ് ഒരു കൂട്ടർ പറയുന്നു ഉണ്ട് വിശ്വസിക്കുമെന്ന് പറയുന്നു, എന്നാൽ കുറച്ച് പേര് പറയുന്നു ഇല്ല വിശ്വസിക്കത്തില്ലെന്ന്. എന്നാൽ സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം, അതിനൊരു പേരുണ്ട്, ഓഷ്യാനോളജിയാണോ? ഓഷ്യാനോളജി. അവർ പറയും ഭൂമിയിൽ ഉള്ള മലകളും കുഴികളും ചുരങ്ങളും എന്തൊക്കെയുണ്ടോ അതെല്ലാം കടലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട സമുദ്രത്തിൽ അതില്ല, പക്ഷേ സമുദ്രത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങിയവനത് കാണാൻ പറ്റി. അപ്പം നമ്മളൊരു തീരത്ത് നിന്നിട്ട് ഒരു 4 കിലോമീറ്ററോ 5 കിലോമീറ്ററോ ദൂരത്തിൽ കാണുന്നതല്ല സമുദ്രമെന്ന് മനസ്സിലാക്കണമെങ്കിൽ സമുദ്ര യാത്ര ചെയ്തവർ അവരുടെ അനുഭവങ്ങളിൽ പറയുന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്നവൻ അവനെ ഏത് ലിസ്റ്റിൽ കൂട്ടണം? ഇങ്ങനെ ഉണ്ട് എന്ന അനുഭവത്തിലൂടെ പറയുന്നവനെ ഏത് ലിസ്റ്റിൽ കൂട്ടണം? ഇതാണ് മൊനമ്പോ എന്ന് പറഞ്ഞൊരു വലിയ ഹാർബറുണ്ട്. അവിടെ നമ്മുടെ പ്രയറിന് വരുന്ന വലിയ ഫിഷിംഗ് ബോട്ടുള്ള ഏകദേശം ഒരു 1 മന്തൊക്കെ കടലിൽ പോയി ഫിഷിംഗ് ചെയ്യുന്ന ബോട്ടിൽ പ്രയർ ചെയ്യാൻ ഞാൻ പോയി. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ബോട്ടിനകത്ത് കയറുന്നത്. അവർ പറയുന്നത് ഒരു 10 ലക്ഷം രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രാവശ്യം അവർക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. 10 ലക്ഷം രൂപയുടെ ഐസ്, മണ്ണെണ്ണ ഓർ ഡീസൽ, മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഡീസലോ, ഫുഡ്, പിന്നെ വലകൾ, വാഹനം, ബോട്ട് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ അത് സെറ്റാക്കാനുള്ളത്, അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോട്ട് ഉൾക്കടലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതിനിടയിൽ ഞങ്ങളുടെ വല കീറിപ്പോകും, കിട്ടത്തില്ല. അതെങ്ങനെയാ? അന്നേരം ഇതിൻ്റെ അടിയിലേക്ക് ഈ സ്രാങ്കിന് ഒരു സംഭവമുണ്ട്, സ്രാങ്കിൻ്റെ കയ്യിൽ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന് ഈ കടൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്, ഏറ്റവും കൂടുതൽ മലകൾ, പാറകൾ, അടിയിലുള്ള ഗർത്തങ്ങൾ, അതുപോലെ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് ഈ സ്രാങ്കിൻ്റെ കയ്യിൽ ഒരു സംഭവം ഇരിപ്പുണ്ട്. അതിനൊരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. ഇതിലൂടെ ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ചില ദിശകളിൽ ഇവർ യാത്ര പോകാറില്ല. കപ്പലിന് പോലും ഒരു പ്രത്യേക വഴിയുണ്ട്. കാരണം ഈ ചുഴി ഉള്ളിടത്ത് താഴ്ന്നു പോകും. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കണോ, അതോ നമ്മൾ കണ്ട 1.5 കിലോമീറ്റർ ദൂരം കണ്ട കടൽ വിശ്വസിക്കണോ? ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇതുപോലെയാണ് ദൈവത്തെ അളക്കുന്നത് ചില വ്യക്തികൾ. ദൈവത്തെ മാറി നിന്നിട്ട് നോക്കും. ഒന്ന് കടലിലേക്ക് ഇറങ്ങാൻ പോലും മനസ്സില്ലാതെ കരയിൽ ദൂരെ നിന്നിട്ട് അവൻ്റെ വ്യൂവിൽ കാണുന്നത് മാത്രം കണ്ട് ദൈവത്തെ അളന്നിട്ട് ഇത് സാധാ ഒരു കുളം അത്രയേ ഉള്ളൂ എന്ന് പറയുന്നതും, കടലിനകത്തേക്ക് യാത്ര ചെയ്തവൻ അതിൻ്റെ അഗാധങ്ങളിലേക്ക് പോയി അതിൻ്റെ സത്യം കണ്ടെത്തിയവൻ പറയുന്നതും രണ്ടും 2 തലമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സർവ്വശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സാധാ ഇരുന്ന് സ്വർഗസ്ഥനായ പിതാവ്, സാധാ പോയി വിശ്വാസ പ്രമാണം, സാധാ പോയി ഒരു കൃപ നിറഞ്ഞ മറിയം, സാധാ പോയി ഒരു കുർബാന സ്വീകരണം, ഇത് നടത്തുന്നവനേക്കാൾ കൂടുതലുള്ള അനുഭവവും അറിവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഉണ്ടായില്ല എങ്കിൽ അല്പപ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടി മറ്റ് പല ഉപദേശങ്ങൾ തേടി പോകാനിടയാകും. അവിടെയാണ് സർവശക്തനായ ദൈവത്തിൽ നിന്ന് അകന്ന് പലരും പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? സ്തോത്രം, ആമേൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ വായിക്കും. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജെസബേലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റെതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദായിലെ ബർഷേബായിലെത്തി അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലിരുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് ഏലിയാവിൻ്റെ ലൈഫ്. ഏറ്റവും വലിയൊരു പ്രവാചകനായിട്ടാണ് നമ്മൾ ഏലിയാവിനെ കാണുന്നത്. ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ജ്വലനമാണ്. പക്ഷേ ഏലിയാവിൻ്റെ ജ്വലനം അവസാനിച്ച് അസ്തമിച്ച ഒരു സംഭവമാണ് ഇവിടെ. എന്ത് സംഭവം ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ച് ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ ശക്തിയും ദർശിച്ചവൻ ഇപ്പോൾ ഈ ടൈം എത്തിയപ്പോൾ ഏലിയ പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതാണ് പ്രാണരക്ഷാർത്ഥം ജെസബേലിൻ്റെ വാക്ക് കേട്ടിട്ട് യൂദായിൽ നിന്ന് അവൻ ഓടുകയാണ്.
നിങ്ങൾ വായിച്ചു നോക്കിയേ, 2ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയാവേ, ജെസബേൽ വന്ന് പറഞ്ഞതാ, നാളെ ഇതേ സമയത്ത് നിന്റെ ജീവൻ നീ എൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ. ആ സംഭവം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അഗ്നി ഇറക്കി അവിടെ ബാലിൻ്റെയും ആശേരയുടെയും 880 പുരോഹിതരെ കല്ലെറിഞ്ഞു കൊന്ന സംഭവമാണ്. അതിൻ്റെ പ്രതികാരമാണ് ജെസബേൽ എന്ന് പറയുന്ന ആ ഭൂതം ബാധിച്ച സ്ത്രീ, ആഹാബിൻ്റെ ഭാര്യ. അവൾ കൊട്ടാരത്തിൽ നിന്ന് ദൂതനെ വിട്ട് പറയുന്നു, നാളെ ഇതേ സമയത്ത് എനിക്ക് ജീവനുണ്ടെങ്കിൽ നീ കല്ലെറിഞ്ഞു കൊന്ന 850 പ്രവാചകന്മാരിൽ ഒരുവൻ്റെ ജീവനെപ്പോലെ നിന്റെ ജീവനെയും ഞാൻ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഏലിയാവ് ഭയപ്പെടാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്തു? പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി പാലായനം ചെയ്തു. പ്രാണനെ രക്ഷാർത്ഥം, ജീവനെ രക്ഷിക്കാൻ വേണ്ടി പുള്ളി നിന്നില്ല. പുള്ളി ഒരൊറ്റ ഓട്ടം ഓടി. ആ ഓടുന്നത് നമ്മളിൽ പലരും ഓടുന്നത് പോലെയാണ്. നിങ്ങളിൽ ചിലർ, നമ്മളിൽ ചിലർ പ്രാണരക്ഷാർത്ഥം ഓടിയതുപോലെ ഇനി ഈ പ്രാർത്ഥനയിൽ നിന്നിട്ടും ആരാധനയിൽ നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത്രയും നാൾ നിന്നിട്ട് അത്ഭുതം ചെയ്യാത്ത ദൈവത്തിന് ഇനി അത് ചെയ്യാനുള്ള ശക്തിയുമില്ല. ഇതെല്ലാം വെറും ഉടായിപ്പാണ്, ഇതെല്ലാം വെറും കള്ളത്തരമാണ്, ആളിനെ കൂട്ടാൻ വേണ്ടിയുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പരത്തം പോകുന്നത് പോലെ ഏലിയാവ് ഓടുകയാണ് പ്രാണരക്ഷാർത്ഥം. യൂദായിൽ നിന്ന്, ബെർഷേബായിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുക എന്ന് വെച്ചാൽ പ്രാർത്ഥനക്കാരാരുമില്ലാത്ത ദേശത്ത് നിന്ന് ദൈവത്തിന് സ്തുതി കൊടുക്കുന്ന യൂദ, ദൈവത്തിന് ആരാധന കൊടുക്കുന്ന യൂദ, ആ ദേശത്ത് നിന്ന് ദൈവമക്കൾ തിരിച്ചറിഞ്ഞ, ഏലിയാവിൻ്റെ പ്രവൃത്തികൾ കണ്ട് തിരിച്ചറിഞ്ഞ ബെർഷേബായിൽ നിന്ന് ഏലിയ ആരുമില്ലാത്ത ഒരു വിജന പ്രദേശത്തേക്ക് ഓടുന്ന ഒരവസ്ഥ ഏലിയാവിനുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഏലിയാവ് എന്താണ്? യൂദാദേശത്ത് നിന്ന് ഓടി ബെർഷേബായിൽ വെച്ച് തൻ്റെ ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. ഇനി നീ എൻ്റെ കൂടെ വരണ്ട. അല്ലെങ്കിൽ ഭൃത്യൻ പറഞ്ഞു, ഇനി ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല. രണ്ടാകാം. ഒന്നുകിൽ ഭൃത്യനോട് പറഞ്ഞു, ഭൃത്യൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല, കാരണം ഞാൻ നിൻ്റെ കൂടെ വന്നാൽ എൻ്റെ തലയും പോകും, അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകാം. നീ എനിക്ക് ഇത്രയും നാൾ കാണിച്ചു തന്ന സന്മാർഗമുണ്ട്, അത് മതി. ഭൃത്യൻ പിരിഞ്ഞു. ഏലിയ ഒറ്റയായി, ഭൃത്യൻ വേർപിരിഞ്ഞു. ഏലിയ യൂദാദേശത്തില്ല, ബെർഷേബായിലില്ല, വർഷിപ്പ് ചെയ്യുന്ന ജനങ്ങളുടെ ഇടയിലില്ല. പകരം എങ്ങോട്ടാണ് പോയത്? മരുഭൂമിയിൽ ഏലിയ പോയി. മരുഭൂമിയിൽ അല്പശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനായി മാറുക. നേരെ ഓടി മരുഭൂമിയിൽ. ഇവിടെ പ്രശ്നമില്ല. മരുഭൂമിയിൽ വന്നാൽ ജെസബേലിൻ്റെ ആൾക്കാർ വരത്തില്ല, സ്വസ്ഥമായിരിക്കാം. ഈ മരുഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ മരണം വരില്ല, മരുഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ സ്വസ്ഥമായിരിക്കാം എന്ന ചിന്ത ഏലിയാവിനുണ്ടായിരുന്നു. ഒരു 3.5 വർഷക്കാലം പ്രശ്നം വന്നപ്പോൾ സറപ്തായിലെ ഒരു വിധവയെ ദൈവം ഒരുക്കിയ അനുഭവമുണ്ട്. കെരീത്ത് തോട്ടിൽ വെള്ളം വറ്റിക്കാതെ വഴി നടത്തിയ ഒരു ദൈവത്തെ മരുഭൂമിയിലേക്ക് പോയാൽ അവിടെ ദൈവം തണൽ തരുമെന്നും പുള്ളി കരുതി. അവിടെ ദൈവം കാക്കയെ വിട്ടും ഒക്കെ അപ്പവും ഒക്കെ തരുമെന്ന് കരുതി കാണും. ഇതെൻ്റെ ചിന്തയാണ്. ഏലിയാവ് ചിന്തിച്ചോന്ന് എനിക്കറിയില്ല, ഇതെൻ്റെ ചിന്തയാണ്. പക്ഷേ അവിടെ ദൈവം ഒന്നും ചെയ്തില്ല. ബൈബിൾ വായിച്ചു നോക്ക്. മരുഭൂമിയിൽ വന്നിട്ട് അവൻ ഒരു ദിവസത്തെ യാത്ര നടന്നു. ഒരു ദിവസത്തെ യാത്ര, ആരുമില്ലാത്ത ഒരു യാത്ര. മരുഭൂമിയെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കഷ്ടതയുടെ പ്രതീകമായിട്ടാണ്. കഷ്ടത, അത് രോഗവും ഒറ്റപ്പെടലും ദാരിദ്ര്യവും അപമാനവും, ഇതാ വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും ജനങ്ങളുടെ ഇടയിലുള്ള അപമാനകരമായ വാക്കുകളും ഒക്കെ മരുഭൂമിയാണ്. വീട്ടിലെ കുടുംബനാഥൻ മദ്യപിച്ചിട്ട് വന്ന് തെറിവിളിക്കുകയും നിങ്ങൾ മറുസൈഡിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു മരുഭൂമിയാണ്. നീ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ നിന്നെ മറ്റ് പല മോശം കാര്യത്തിന് പോകുന്നതാണ് എന്ന് വരുത്തിക്കുന്ന വിധത്തിലുള്ള കഷ്ടതകൾ ഉണ്ടാക്കുന്ന വാക്ക് മരുഭൂമിയാണ്. ഇനി മക്കൾ ആരെങ്കിലും ദേശത്തോ വിദേശത്തോ പോയി ഉയർച്ചയില്ലാത്ത അവസ്ഥയിലാണ്, പക്ഷേ അപ്പോഴും പ്രാർത്ഥനയിലുണ്ടെങ്കിലും ജനങ്ങൾ കഷ്ടതയിലാക്കുന്ന വിധത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതെല്ലാം മരുഭൂമിയാണ്. നമ്മൾ നോക്കുമ്പോൾ മരുഭൂമി, പ്രാർത്ഥനയ്ക്കോ ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ, മരുഭൂമി അവസ്ഥ. ഒരു ദിവസത്തെ യാത്ര നടന്നു, ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസത്തെ യാത്ര, അല്ലെങ്കിൽ ഒരു വർഷമായി ഇങ്ങനെ യാത്ര, അല്ലെങ്കിൽ ഒരു മാസമായി നീ മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാകുമ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം, ദൈവം മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ചെയ്തു തന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ വണ്ണം നിന്റെ കണ്ണുകളെ മൂടപ്പെട്ടിട്ട് മരുഭൂമി മാത്രം കാണുന്ന കാഴ്ചകൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. പക്ഷേ
ആ ടൈമിൽ ഒരു ദിവസത്തെ യാത്ര ചെയ്തപ്പോൾ ഏലിയാവ് ചിന്തിക്കാത്തത്, ഏലിയാവ് മനസ്സുവയ്ക്കാത്തത്, മറ്റൊരാളിൻ്റെ അഭയം പ്രാപിച്ചപ്പോൾ ഏലിയാവ് ചിന്തിക്കാനും മനസ്സുവയ്ക്കാനും തുടങ്ങി. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒറ്റപ്പെട്ട് ബലഹീനാവസ്ഥയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ബലഹീനരായി ഒറ്റപ്പെട്ട് ഒരു ആഗ്രഹം ഒരു കാര്യവും കിട്ടാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ ഉൾ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇതുപോലെ വഴി തെറ്റി അലയുന്ന മരുഭൂമിയിൽ കിടക്കുന്ന മറ്റേതെങ്കിലും ഒരു മനുഷ്യ വ്യക്തി, അവരുടെ ഉപദേശങ്ങൾ എപ്പോഴും ഓർത്തുകൊള്ളണം, അത് മുൾച്ചെടിയാണ്, അത് മുള്ളാണ്, അത് മുൾച്ചെടിയാണ്. മരുഭൂമിയിൽ കിടക്കുന്ന മുൾച്ചെടിക്ക് നിനക്ക് ഫലം തരാൻ പറ്റത്തില്ല. മരുഭൂമിയിലുള്ള മുൾച്ചെടി നിനക്ക് തണൽ തരും, പക്ഷേ അത് ഒരിക്കലും അനുഗ്രഹത്തിൻ്റെതായ തണലായിരിക്കത്തുമില്ല. ഏലിയ ഒരു ദിവസം നടന്നു. ഏലിയ നടന്നപ്പോൾ ഫുൾ വെയിലാണ്. പക്ഷേ നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഒരു തണൽ വൃക്ഷം കൊണ്ട് ഓടിപ്പോയി ആ തണൽ വൃക്ഷത്തിൽ പോയി അഭയം പ്രാപിച്ചു. അതിൻ്റെ ചുവട്ടിൽ കിടന്നു ഉറങ്ങി. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ദൈവത്തെ ഒന്ന് സ്തുതിക്കുക, ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. പ്രാർത്ഥന ഗ്രൂപ്പിനകത്തുണ്ട്, പക്ഷെ അകത്ത് മരുഭൂമിയാണ്. ശ്രദ്ധിക്കണേ, പ്രാർത്ഥന ഗ്രൂപ്പിലുണ്ട്, അകത്ത് മരുഭൂമിയാണ്. കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ബൈബിൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, വർഷിപ്പ് ഉപയോഗിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡാണ് യൂദായും ബർഷേബയിലും ഇല്ലാത്ത തരത്തിൽ, അതായത് ഞാൻ ഏലിയാവിൻ്റെ വെച്ച ആരാധനയോ ദൈവമക്കളുടെയോ അഭിപ്രായമില്ലാത്ത വിധത്തിലുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്ത് പടുകുഴിയിലേക്ക് പോകാൻ ചിലർക്ക് ഇടവന്നിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ സർവ്വശക്തി അറിയത്തില്ലാത്തതുകൊണ്ട് അവർ കേൾക്കത്തില്ല. എന്നിട്ട് സ്വയം തീരുമാനമെടുത്ത് വൻ പടുകുഴിയിൽ പോയി വീഴുന്ന വ്യക്തികളുണ്ട്. മുൾച്ചെടിയുടെ ഉപദേശമാണ് അത്. നിന്റെ അകത്തുനിന്ന് വന്ന ഉപദേശമാണ്, ഒരു മുൾച്ചെടിയാണ്. ഇതുപോലത്തെ മുൾച്ചെടി നിങ്ങളുടെ വീട്ടിലുണ്ട്. മരുഭൂമിയിൽ നിൽക്കുന്ന, ദൈവത്തിന് വർഷിപ്പ് ചെയ്യാത്ത, ഫലമില്ലാത്ത ജീവിതം നിങ്ങളുടെ വീട്ടിലുണ്ട്. മോളുടെ വിവാഹമായി അല്ലെങ്കിൽ മോൻ്റെ വിവാഹമായി, ബാക്കി എല്ലാ കാര്യവും ദൈവത്തോട് ആലോചന ചോദിച്ചു. വിവാഹമെത്തിയപ്പോൾ വീട്ടിലുള്ള മുൾച്ചെടിയോട് പോയി ചോദിക്കും, എങ്ങനെയുണ്ട് മുൾച്ചെടി? മുള്ളെന്താണ് കൊടുക്കുന്നത്? മുള്ളിൻ്റെ ഉപദേശം പറഞ്ഞു കൊടുക്കും. നമ്മൾ അതിൻ്റെ പുറകെ പോകും, ജീവിതം തകരും. ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങണം, ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരുന്ന നീ ഇപ്പോൾ ആലോചനയൊക്കെ അങ്ങ് മടക്കിയിട്ട് വീട്ടിലുള്ള മുൾച്ചെടിയോടും ആലോചന ചോദിക്കും, അല്ലെങ്കിൽ സ്വയം മുള്ളായി മാറി ആലോചന ചോദിക്കും. ഈ ആലോചന ഏലിയാവിനുണ്ടായി. ശ്രദ്ധിക്കുക, ആ വചനം വായിച്ചേ, 3-ാമത്തെ വചനം വായിച്ചേ എല്ലാവരും ചേർന്നിട്ട്. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദായിലെ ബർശേബയിലെത്തി. അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാ മുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, ഒരു മുൾച്ചെടിയുടെ തണലിൽ എത്തുന്നത് വരെയും, ഒരു മുൾച്ചെടി അതിൻ്റെ കീഴിൽ ഏലിയാവ് എത്തുന്നത് വരെയും ഏലിയ ചിന്തിക്കാത്ത, ഹൃദയം കൊണ്ട് പറയാത്ത, നാവ് കൊണ്ട് പറയാത്ത ഒരു വലിയ വിപത്തിൻ്റെ കാര്യം മുൾച്ചെടിയുടെ തണലിലിരുന്നപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്? എനിക്കിനി മരിച്ചാൽ മതി. ആ ഉപദേശം ആരുടേതാ? ആ ഉപദേശം എവിടെ തോന്നുന്നു? ഫലമില്ലാത്ത ഉപദേശം. ഇനി എനിക്ക് സൂയിസൈഡ് അല്ലാതെ മറ്റൊരു സംഭവമില്ല. അതുപോലെ 4 സൈഡിൽ നിന്നും ഞാൻ ലോക്കഡായി എന്ന ഒരാൾ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്ന ഒരാൾ ചിന്തിക്കുന്നെങ്കിൽ അവൻ ഉപദേശം കൊടുത്തത് മുൾച്ചെടിയാ, മുള്ളാണ് അവൻ ഉപദേശം കൊടുത്തത്. അവൻ അഭയം കണ്ടതും അവൻ കിടന്ന തണലും മുൾച്ചെടിയുടെ തണലിലും മുൾച്ചെടിയുടെ കീഴിലുമാണ് അവൻ കിടന്നത്. അവൻ മരണത്തിൻ്റെതല്ലാത്ത ഏത് ഫലമാ തരുന്നത്? പക്ഷെ ഒരു ദിവസം തനിയെ യാത്ര ചെയ്തപ്പോൾ മരിക്കാൻ ഏലിയാവ് ആഗ്രഹിച്ചില്ല. അന്ന് മരണചിന്ത വന്നില്ല. പക്ഷേ മറ്റൊരാളിൻ്റെ ഉപദേശം, ഒന്നുകിൽ സ്വന്തം മനസ്സിൻ്റെ ഉപദേശം, അല്ലെങ്കിൽ ഇതുപോലെ നശിക്കപ്പെട്ട് ദൈവത്തെ കാണാതെ കിടക്കുന്ന ഏതവൻ്റെങ്കിലും ഉപദേശം, ആ ഉപദേശം അങ്ങോട്ട് മൈൻഡിനകത്തോട്ട് വന്നിട്ട് പറയും, ഇനി എന്തിനാ ജീവിക്കുന്നേ? തീരാം, ഇനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, സ്റ്റോപ്പ് ചെയ്യാം. ഈ ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്ന മുൾച്ചെടി നമ്മുടെ അകത്തോ നമ്മുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ അല്പശക്തനാണ് നീ, കരിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ശക്തി നീ മറന്നുപോയി. ഏലിയാവിനോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഏലിയാവേ, ഈ മുൾച്ചെടിയുടെ കീഴിൽ വന്നിട്ട് നീ മരിക്കാൻ വേണ്ടി ചോദിക്കുന്നെങ്കിൽ എന്തിനാ നീ യൂദായിൽ നിന്ന് ഓടി ഇവിടെ വരെ വന്നത്? യൂദായിൽ നിന്നാ പോരെയായിരുന്നോ? ജെസബേൽ നിന്നെ കൊല്ലത്തില്ലേ? രക്തസാക്ഷിയായാ പോരെ?
അവിടെ നിന്ന് എന്തിനാണ് ഈ മരുഭൂമി വരെ വന്നിട്ട് മുൾച്ചെടിയുടെ കീഴിൽ കിടന്നിട്ട് മരിക്കാൻ വേണ്ടി നീ ചോദിക്കുന്നത്? അപ്പോൾ നിനക്ക് കിട്ടിയ ഉപദേശം ആരുടേത്? നിന്നെ ഗൈഡ് ചെയ്തത് ആരത്? നിന്നെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആര്? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയ്ക്ക് മുന്നേ, ആരാധനയ്ക്ക് മുന്നേ ഉള്ള അവസ്ഥ, ആരാധന കഴിഞ്ഞു വന്ന് ആരാധനയിൽ നിന്ന് വിട്ടുപോയിട്ട് മാറിയില്ല എങ്കിൽ നിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വൻ ശക്തി മറുസൈഡിൽ കിടപ്പുണ്ട്. നിന്റെ ഉയർച്ചയല്ല, നിന്റെ നാശം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവന്റെ ഉപദേശത്തിൽ നിന്റെ ശരീരങ്ങൾ വിട്ടുപോയി അതിൻ്റെ ഫലം നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്തോത്ര, ഹല്ലേലൂയ, നീ മരിക്കാനല്ലാതെ മറ്റെന്തിനാണ് പിന്നെ നീ പ്രാർത്ഥിക്കുന്നത്? മരണമല്ലാതെ മറ്റെന്താണ് നീ ആഗ്രഹിക്കുന്നത്? അതാണ് ഏലിയാവ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ദൈവമേ, മതി, ഇനി എന്നെ അങ്ങ് എടുത്തോ, മതി ജീവിച്ചത്. കാരണം എൻ്റെ പിതാക്കന്മാർ ചെയ്തത് സംഭവം പോലും ഞാൻ ചെയ്തിട്ടില്ല, അവരെക്കാൾ വലിയ ശ്രേഷ്ഠതയൊന്നും എനിക്കില്ല, അവരെ നീ എടുത്തല്ലോ, എന്നെയും അങ്ങ് എടുക്ക് എന്ന് പറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. നിങ്ങളിൽ ഏതൊക്കെയോ വീടുകളിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ ഉണ്ട്. നിങ്ങളുടെ ഏതൊക്കെയോ ജീവിതങ്ങളിൽ ഇനിയൊന്നും മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നീ എന്തിന് യേശുവിനെ ദൈവമായി കൊണ്ടു നടക്കണം? നിന്റെ ശക്തിയേക്കാൾ വലിയ ശക്തനായ, സർവശക്തനായ യേശുവിനെ നീ എന്തിന് ആരാധിക്കാനിരിക്കണം? നിനക്കാകുമ്പോഴാ ആ ദൈവത്തെ തിരിച്ചറിയുന്നതിന് മുമ്പേ മരണത്തെ നീ തിരഞ്ഞെടുത്താൽ പോരായിരുന്നോ? അപ്പോൾ ദൈവത്തിന്റെ അകത്തേക്ക് വന്നിട്ട് സർവശക്തനായ നിത്യനായ ദൈവത്തിൽ നിന്ന് നിന്നെ മരുഭൂമിയിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ, സ്തോത്ര, ദൈവത്തിന്റെ ശക്തി വേറൊരു തരത്തിൽ അവിടെ ഇറങ്ങി വരാനിടയുണ്ട്. ദൈവത്തെ വിളിക്കാമോ? നിങ്ങൾ ആരെങ്കിലും ഈ അവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, നിങ്ങളെ തകർക്കുന്ന മുൾച്ചെടിയുടെ മുകളിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. നിന്നെ തകർക്കുന്ന മാനുഷിക ഉപദേശങ്ങളിൽ, നിന്നെ നശിപ്പിക്കുന്ന പൈശാചിക ഉപദേശങ്ങളിൽ, പൈശാചിക ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം നിന്റെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അന്ധകാരത്തിന്റെ കെട്ടുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പോയി കിടന്നു, മരണത്തിനായി പ്രാർത്ഥിച്ചു, ഉറങ്ങി. പുള്ളിയുടെ ചിന്ത, ഇനി ഉറങ്ങിയാൽ ഞാൻ മരിക്കും. കാരണം അതുവരെ എന്ത് പറഞ്ഞാലും ദൈവം അതുപോലെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക. എന്ത് ഏലിയാവ് ആവശ്യപ്പെട്ടാലും അതുപോലെ ചെയ്യുക. ഏലിയാവ് പറയുന്നതിന് നോ പറഞ്ഞിട്ടില്ല ദൈവം. ഏലിയാവ് ഓർത്തു, എൻ്റെ ജീവിതം തീർന്നു, മരിക്കാം. എടാ, നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ. ഒരു മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ടാണോ ഏലിയാവിനിലൂടെ ദൈവം അഗ്നി ഇറക്കി യഹോവയാണെന്ന് തെളിയിച്ചത്? അങ്ങനെയെങ്കിൽ ഏലിയാവും ബാലിന്റെ പ്രവാചകനും തമ്മിൽ എന്ത് വ്യത്യാസം? ദൈവത്തെ ആരാധിക്കാത്തവൻ ആത്മഹത്യ ചെയ്ത് അവന്റെ കുടുംബം നെറുകെട്ട അവസ്ഥയിലേക്കും അവന്റെ തലമുറ നെറുകെട്ട അവസ്ഥയിലേക്കും പോയെങ്കിൽ, അതുപോലെ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന നിന്റെ കുടുംബവും താഴോട്ട് പോകണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ല, അങ്ങനെ അല്ല. ഏലിയാവ് ഇവിടെ മരിച്ചു കിടന്നെങ്കിൽ ജെസബേൽ പറയും, ഞാൻ പ്ലാൻ ചെയ്തു, ഏതോ ശത്രു വന്ന് അവനെ കൊന്നുകളഞ്ഞു. ജെസബേൽ കരുതും, എൻ്റെ പവർ കൊണ്ട് എൻ്റെ ബാൽ വന്ന് ഏലിയാവിനെ കൊന്നു എന്ന് ജെസബേൽ കരുതും, പ്രചരിപ്പിക്കും. അപ്പോൾ ഏലിയ ഇതാ ബാലിന്റെ പ്രവാചകരെ കൊന്നെങ്കിൽ ഏലിയായെ ബാൽ കൊന്നു എന്ന് ജെസബേൽ പ്രചരിപ്പിച്ച് ദൈവത്തിന്റെ നാമത്തിന് കളങ്കം വരുത്തുമെന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഏലിയാവ് ഒറ്റപ്പെട്ട് ഒരു ദിവസത്തെ യാത്ര നടന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല. ഭൃത്യന്റെ കയ്യിലായിരുന്ന ഭക്ഷണവും വെള്ളവും അതും കൊണ്ട് അവൻ പോയി. ഇന്ന് ഏലിയാവ് ഒറ്റയ്ക്ക് ഇതാ മരണത്തിന് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം, കരുണാമയനായ ദൈവം, തന്റെ ദൂതന്റെ കയ്യിൽ സ്വർഗത്തിലെ വെള്ളവും സ്വർഗത്തിലെ അപ്പവും കൊണ്ട് ഏലിയാവിന്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് തട്ടി ഉണർത്തിച്ചിട്ട് പറഞ്ഞു, എഴുന്നേൽക്കടാ, മരണമല്ല നീ ആഗ്രഹിക്കേണ്ടത്, അടുത്ത ശുശ്രൂഷയാ. ക്രിസ്തുവിന്റെ എന്റെ സാക്ഷിയായ നീ മരിക്കാൻ വേണ്ടിയാണോ കിടക്കുന്നത്? ഇതാണ് ദൈവത്തിന്റെ ചോദ്യം. നിങ്ങൾ ഹല്ലേലൂയ പാടി ദൈവത്തെ ആരാധിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണോ? ഹല്ലേലൂയ പാടി ദൈവത്തിന് വർഷിപ്പ് ചെയ്യുന്നത് മരണം ആഗ്രഹിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ചെയ്യണ്ട. അല്ല, ഏലിയാവ് മരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഏലിയാവിനെ ഉണർത്താൻ വേണ്ടി വന്ന ഒരു ദൈവത്തെ കണ്ടെങ്കിൽ അവരാണ് ദൈവത്തിന്റെ മക്കൾ.
ഏലിയാവിനെ ഉണർത്തി ഏലിയാവിനെ വഴി നടത്തിയ ഒരു ദൈവത്തെ കണ്ടെങ്കിൽ അവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇല്ലാത്തവർ മുൾച്ചെടിയുടെ ഉപദേശത്തിലും മുള്ളു കൊടുക്കുന്ന ഫലത്തിലും മുള്ളിന്റെ തണലിലുമേ കിടന്നുറങ്ങത്തുള്ളൂ. ദൈവത്തിന്റെ അത്ഭുതം കാണാൻ അവർക്ക് സാധിക്കത്തില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ സ്വയം തീരുമാനമെടുത്ത് നശിക്കുന്ന വ്യക്തികൾ, ദൈവത്തിന് വില കൊടുക്കാതെ ഇരിക്കുന്നവർ, അവർ നശിക്കും. മറ്റൊരുവന്റെ വാക്ക് കേട്ട് അവന്റെ തീരുമാനത്തിൽ ജീവിതം നശിപ്പിക്കുന്നവർ, അവർ നശിക്കും. പക്ഷെ ദൈവം വേറെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൾച്ചെടിയുടെ മൂട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ കണ്ണ് കാണണം ദൈവം കൊണ്ടുവന്ന അത്ഭുതം. മുൾച്ചെടിയുടെ മൂട്ടിൽ നിന്ന് നിന്റെ ഹൃദയം എഴുന്നേൽക്ക്. മുൾച്ചെടിയുടെ തണലിൽ നിന്ന് നിന്റെ ബ്രെയിൻ മാറ്റ്. മുൾച്ചെടിയുടെ തണലിൽ നിന്ന് നിന്റെ ഹൃദയത്തെ മാറ്റ്. മുൾച്ചെടിയുടെ ഉപദേശത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ മാറ്റ്. പകരം ദൈവവചനത്തിലേക്ക് ഇറങ്ങി വാ നിന്റെ ഹൃദയത്തെ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഒരു വചനമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സെറുബാബേൽ എന്ന് പറഞ്ഞ ഒരു രാജാവ്, ഒരു പുരോഹിതൻ, സെറുബാബേലെ നിന്നെ ഞാൻ എൻ്റെ മുദ്രാമോതിരമാക്കും. മുദ്രാമോതിരം. സെറുബാബേൽ ആത്മാവിൽ അങ്ങോട്ട് ഉയർന്നു, വളർന്നു. ആ ടൈമിൽ മറു സൈഡിൽ ഒരു വലിയ മലയും ഉയർന്നു. സെറുബാബേലിന്റെ മേൽ അഭിഷേകവും ദൈവത്തിന്റെ മുദ്രയും ഒക്കെ അങ്ങോട്ട് വീണ് ആലയം പണിയാൻ വേണ്ടി ഇദ്ദേഹം അങ്ങോട്ട് സെറ്റായി ഉയർന്നതും മറു സൈഡിൽ ഒരു മഹാപർവ്വതം ഉയർന്നു. സെറുബാബേൽ നോക്കുമ്പോൾ തൻ്റെ ഫ്രണ്ടിൽ ഒരു മഹാപർവ്വതം. ഏലിയാവ് നോക്കിയപ്പോൾ ഇതാ ഒരു വലിയ ജീവന ഭീഷണിയായ ജെസബേൽ. സെറുബാബേൽ നോക്കുമ്പോൾ ഒരു വലിയ പർവ്വതം. പക്ഷേ സെറുബാബേലിനോട് യഹോവ പറയുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ കരബലത്താൽ നിന്നെ ഞാൻ നിർത്തിയിട്ടുണ്ട്. സെറുബാബേൽ നിൽക്കുന്നത് തൻ്റെ പുറകിലുള്ള വൻ സൈന്യത്തെയോ ശക്തിയെയോ ആയുധബലത്തെയോ ഒന്നും കണ്ടിട്ടല്ല, പകരം മുദ്രമോതിരമാക്കിയ യഹോവയുടെ ശക്തി പ്രാപിച്ചിട്ടാണ് സെറുബാബേലിനെ ദൈവം നിർത്തിയത്. അപ്പോൾ അതിനോളം വളർന്ന ഒരു മഹാപർവ്വതം ഓപ്പോസിറ്റ് സൈഡിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളോട് പറയുന്നത്, വിശ്വാസത്താൽ നമ്മൾ എത്രത്തോളം ഉയരുമോ, പ്രലോഭനങ്ങൾ എത്രത്തോളം അതിജീവിക്കുമോ, അതിൻ്റെ മുകളിൽ മറ്റൊരു മല ഉണ്ട്. നിങ്ങൾ ഒരു വർഷമായി ആത്മീയതയിൽ നിൽക്കുന്നു, ഇത്രേ ഉയർന്നുള്ളൂ. നീ കാണുന്നത് നിന്നെ പ്രലോഭിപ്പിക്കാൻ വരുന്ന നിന്നോളം പൊക്കമുള്ള മലയാ. അടുത്ത നീ ഒരു സ്റ്റെപ്പ് കൂടെ കയറുമ്പോൾ അതേ തരത്തിലുള്ളൊരു മലയാ. ഇതാണ് സെറുബാബേൽ. സെറുബാബേലിനെ ദൈവം അഭിഷേകം ചെയ്ത് നിർത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രശ്നത്തെക്കാൾ വലുത് ഇതാ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ കരബലത്താലാണെന്ന് പറഞ്ഞ് ദൈവം നിർത്തിയപ്പോൾ ഒരു മഹാപർവ്വതം വന്ന് നിൽക്കുക സെറുബാബേലിൻ്റെ മുമ്പിൽ. സെറുബാബേൽ നോക്കുന്നു പർവ്വതത്തെ, പർവ്വതം സെറുബാബേൽ നോക്കുന്നു. പർവ്വതം എങ്ങാനും മാറിപ്പോവോ? പർവ്വതത്തിൻ്റെ വേര് മാറുമോ? മാറുന്നതാണോ? മാറില്ല. സെറുബാബേലിനോ വേണമെങ്കിൽ മാറിപ്പോകാം, അല്ലേ? പർവ്വതത്തിൻ്റെ വേര് ഭൂമിയുടെ ആഴങ്ങളിലേക്കുള്ളത് കൊണ്ട് അത് മാറത്തില്ല. സെറുബാബേലിന് വേണമെങ്കിൽ മനുഷ്യന അവനൊന്ന് തിരിഞ്ഞു പോകാം. പക്ഷേ സെറുബാബേൽ നോക്കിയപ്പോൾ തൻ്റെ കയ്യിലുള്ള മുദ്ര യഹോവയായ ദൈവത്തിൻ്റെ മുദ്രയാ. ഈ പർവ്വതത്തെ സൃഷ്ടിച്ചവനാണ് എന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളത് എന്ന തിരിച്ചറിവാണ് സെറുബാബേലിനുണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സൈന്യത്താലല്ല ശക്തിയാലല്ല. അടുത്ത വചനം, മഹാപർവ്വതമേ നീ എൻ്റെ ഫ്രണ്ടിൽ വഴി മുടക്കി നിൽക്കുകയാണെങ്കിൽ നീ സമഭൂമിയായി സമതലമായി നീ മാറും. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി അത്രമാത്രം ശക്തിയാ. ഒരു വിഷയം നിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ തിരിച്ചു പോകുന്നവൻ മരണത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ നിന്ന് യഹോവയുടെ ശക്തിയെ കാണുന്നവൻ സർവശക്തനായ ദൈവത്തിൻ്റെ പകരക്കാരനായി നിന്ന് ആ പർവ്വതത്തെ പൊളിക്കാൻ ദൈവം അവനെ നിർത്തും. ഏത് തരത്തിൽ നിങ്ങൾ നിന്ന് ജയാളിയായി കാണിക്കോ, അവർ ദൈവത്തെ സ്തുതിക്കട്ടെ, അവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നിന്റെ പിൻബലം സൈന്യമല്ല, നിന്റെ പിൻബലം ശക്തിയല്ല, നിന്റെ പുറകിലുള്ളത് ഭൗതിക സ്വത്തല്ല, നിന്റെ പുറകിലുള്ളത് മാനുഷിക വ്യക്തികളല്ല, പകരം യഹോവയുടെ കരമാണ്, യഹോവയുടെ ആത്മാവാണ് നിന്നെ നിർത്തിയിട്ടുള്ളത്. ഈ ഒരു വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നവനാണ് ദൈവഭക്തൻ. സ്തോത്ര, ഹല്ലേലൂയ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പൊക്കി, പാവന നീണം തന്നു
പാപത്തിൻ കറ പൊക്കി രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ഹല്ലേലൂയ. അത് എന്നാളും ദൈവത്തിനുള്ള വർഷിപ്പ് ചെയ്യണം. സ്തോത്രം. 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ഇതാണ് കർത്താവായ ദൈവം പറയുന്നത്. പ്രലോഭനം ഫ്രണ്ടിൽ വന്നപ്പോൾ ഉറച്ചു നിൽക്കുക. സെറുബാബേൽ ഉറച്ചു നിന്ന് ഒരു മഹാപർവ്വതത്തെ ഇടിച്ച് നിരത്താൻ ദൈവത്തിൻ്റെ ശക്തിയെ ഉറച്ചു നിന്നവനിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങളിൽ ചില വ്യക്തികൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള വചനം കാത്ത വ്യക്തിക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നുണ്ട്. ആ അത്ഭുതമാണ് 11ാമത്തെ വാക്യത്തിൽ, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. നിനക്കൊരു കിരീടമുണ്ട്. സ്തോത്രം. പരീക്ഷയിൽ ഉറച്ചു നിൽക്കുന്നവന് ദൈവം എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഒരു കിരീടം, ഒളിമങ്ങാത്ത ഒരു കിരീടം. ആ കിരീടത്തിന് ഒരു ശക്തിയുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതിൻ്റെ ഗ്രീക്കിലെ വാക്ക് സ്റ്റിഫാനോസ് എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. സ്റ്റിഫാനോസ് എന്നുള്ളൊരു വേർഡ്. അതുപോലെ ഡയാഡം എന്നും 2 വേർഡ് ഉപയോഗിക്കുന്നുണ്ട് കിരീടത്തിന്. സ്റ്റിഫാനോസ് എന്നും ഡയാഡം എന്നും 2 വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റിഫാനോസ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ കിരീടത്തിന് പറയുന്നത്, അതായത് കായിക അഭ്യാസങ്ങളിലോ ഓട്ടങ്ങളിലോ മറ്റ് മത്സരങ്ങളിലോ ഒക്കെ ജയിച്ച വ്യക്തിക്ക് ഇതുപോലെ ഒരു സദസ്സ് കൂടി അവരുടെ കഴിവിനാൽ, അവരുടെ വലിയ ശക്തിയാൽ അവർക്ക് 1ാം സ്ഥാനം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സദസ്സിൽ വച്ച് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുവാണ്? അഭിനന്ദിച്ച് അവർക്ക് കൊടുക്കുന്ന ഒരു കിരീടമുണ്ട്. ആ കിരീടം ഉണ്ടാക്കുന്നത് ചില ചെടികളുടെ വള്ളിയെടുത്ത് ഇങ്ങനെ റൗണ്ട് പോലെ ഒരു കിരീടം പോലെ അത് മെനഞ്ഞിട്ട്, ആ മെനയുന്നതിൻ്റെ അകത്ത് ഒലിവിൻ്റെ ഇലകൾ, പച്ചിലകൾ കൊണ്ടവർ തിരികെ കയറ്റി അതിനകത്ത് നക്ഷത്രം കണക്കിന് പോലുള്ള സ്വർണ്ണമണികൾ, നക്ഷത്രങ്ങൾ പോലുള്ള സ്വർണ്ണമണികൾ കെട്ടി ഒരു കിരീടത്തിൻ്റെ ആകൃതിയിലാക്കി വയ്ക്കും. കായിക അഭ്യാസികൾ ഓട്ടവും മറ്റ് മത്സരങ്ങളൊക്കെ നടന്ന് വിജയിച്ചവരെ പൊതു സദസ്സിലിരുത്തി അവരുടെ ശിരസിൽ വച്ച് അണിയിക്കുന്ന ഇതിനെ കിരീടമെന്ന് പറയും. അതിനെയാണ് സ്റ്റിഫാനോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്റ്റിഫാനോസ് എന്ന് പറഞ്ഞ ഈ കിരീടം ആ ടൈമിൽ ഭയങ്കരമായ പ്രശോഭയായിരിക്കും. ആ ടൈമിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ശക്തി ഉണ്ടാവും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഈ ചെടിയുടെ തണ്ട്, ഈ കിരീടം മെനയാൻ പോലെ പോലെ അല്ലെങ്കിൽ റൗണ്ട് പോലെ കിരീടം മെനയാൻ പോലെ ഉണ്ടാക്കിയ ആ പച്ചില തണ്ട് അത് ഉണങ്ങും, അത് വാടും. എന്നാൽ അതിനകത്ത് തിരികെ കയറ്റിയ ഒലിവിലയും വാടും, അത് ചുരുങ്ങും, കരിയും. ഈ 2 തരത്തിൽ സംഭവിക്കും. എന്നാൽ ഡയാഡം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് രാജാക്കന്മാർക്കും രാജകുമാരിമാർക്കും ഒക്കെ വച്ചുകൊടുക്കുന്ന തനി തങ്കത്തിൽ പൊതിഞ്ഞ, ഒരിക്കലും ഏത് ക്ലൈമറ്റിലും അതിൻ്റെ ശോഭ മാറാത്ത ഫുൾ തങ്കം കൊണ്ട് മെനഞ്ഞ ഒരു ക്രൗൺ, ഒരു കിരീടമുണ്ട്. അതുകൊണ്ട് പൗലോസ് ലീഗ ഇവിടെ പറയുന്ന 1 കൊരിന്ത്യർ അതിൻ്റെ 9ാം അധ്യായം ഒന്നെടുക്കാമോ? 1 കൊരിന്ത്യർ അതിൻ്റെ 9, 24, 26 വാക്യങ്ങൾ. മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും ഓട്ടക്കളത്തിൽ കായികാഭ്യാസിയായിരിക്കുന്നവർ അവർ പ്രാപിക്കുന്ന കിരീടം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വാടിപ്പോകും, ഒളിമങ്ങിപ്പോകും. പക്ഷേ വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിൽ വചനത്തെ കാത്തു സൂക്ഷിച്ച് മഹാപർവ്വതങ്ങളുടെ ഫ്രണ്ടിൽ സെറുബാബേൽ നിന്ന് പർവ്വതങ്ങളെ പൊളിച്ചതുപോലെ നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ മുൻപിൽ, പ്രലോഭനങ്ങളുടെ മുൻപിൽ വിശ്വാസ സംരക്ഷകരായി നിന്നു കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് വാടാത്ത കിരീടമാണ്.
അവന് കിട്ടുന്ന കിരീടമെന്ന് പൗലോസ്ലീഹ പഠിപ്പിച്ചു തരുന്നു. യേശു ക്രിസ്തു 3:10 3:11 സാക്ഷ്യപ്പെടുത്തുന്നു. നിനക്കുള്ള പ്രതിഫലം വാടാത്തതാണ്. നിനക്കുള്ള പ്രതിഫലം അനേകരെ ശോഭിപ്പിക്കുന്നത്. ഏത് വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? സ്തോത്ര, ഹല്ലേലൂയ. ഏലിയ കിടന്നതുപോലെ മുൾച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിച്ചാൽ മതിയെന്ന് നീ പ്രാർത്ഥിക്കണമോ? അതോ സെറുബാബേൽ നിന്ന് കാണിച്ചതുപോലെ മഹാപർവ്വതം പൊടിയുന്നതുവരെ, മഹാപർവ്വതത്തെ അത്യുന്നതനായ സർവശക്തനായ ദൈവം സമതലമാക്കുന്നതുവരെ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് നിന്ന് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ശരീരമായി മാറണമോ? അത് നമ്മുടെ തീരുമാനമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ അപമാനിക്കാൻ ശ്രമിച്ചോ അവരുടെ മുമ്പിൽ ഒളിമങ്ങാത്ത കിരീടവുമായി നിൽക്കാൻ, നിർത്താൻ ദൈവത്തിന് സാധിക്കും.